ഗാനത്തിന്റെ കാര്യം സൂചിപ്പിച്ചു. ഒരു പാരഡി ഗാനം ഇതുമായി ബന്ധപ്പെട്ടിറങ്ങിയപ്പോൾ അയ്യപ്പ ഭക്തരുടെ വികാരം വ്രണപ്പെട്ടു എന്ന് പറഞ്ഞ പാർട്ടിയാണ് CPM. അതിൽ ഞാൻ ഇന്ന് ഖേദിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ശബരിമല ശ്രീകോവിലിലെ സ്വർണം മോഷ്ടിച്ചു കൊണ്ടുപോകാൻ കൂട്ടുനിന്ന എല്ലാവരും അറസ്റ്റിലാവണമെന്ന അഭിപ്രായം CPM-നില്ലേ? ആ കാര്യത്തിൽ ഭക്തരുടെ വികാരം എത്ര കണ്ട് വ്രണപ്പെട്ടിരിക്കാം എന്നുള്ളതിൽ പാർട്ടിക്ക് ഒരു ആശങ്കയുമില്ലേ? ഈ പാട്ടിന്റെ കാര്യത്തിലുള്ള ആശങ്ക പോലും ഈ പ്രതികളുടെ കാര്യത്തിലില്ലേ? നമ്മൾ സടകുടഞ്ഞ് എഴുന്നേക്കേണ്ട സമയമായിരിക്കുന്നു. തീർച്ചയായിട്ടും അതുകൊണ്ടല്ലേ അങ്ങ് മനസ്സിലാക്കേണ്ടത്, ശബരിമലയിൽ നിന്ന് പൊന്നിന്റെ ഒരു തരി, ഒരു അണാ പൈസ പോയിട്ടുണ്ടെങ്കിൽ അതിലെ കാരണക്കാരനെ കണ്ടെത്തി ഞങ്ങൾ ഈ കാരാഗ്രഹത്തിനുള്ളിൽ ആക്കിക്കുമെന്ന് ഞങ്ങളുടെ നിലപാടും. പുള്ളിയായ തൊരപ്പ കൊച്ചുണ്ണിയെ CID പിടികൂടിയിരിക്കുന്നു. വർക്കിച്ച ഇതുകൂടി കുറിച്ചോ? അതിവിദഗ്ധമായ രീതിയിൽ തൊരപ്പൻ കൊച്ചുണ്ണി CID മൂസയുടെ കയ്യിൽ നിന്നും ഊരിപ്പോയെന്ന്. 1.5 കോടി കട്ടുകൊണ്ടുപോയ കോൺഗ്രസിലെ കുമാര സഹോദരന്മാരെ ഒക്കെ തെടുത്തു വെച്ചിട്ട് ഈ കാര്യത്തിൽ ചർച്ചയ്ക്കിരിക്കുന്ന കോൺഗ്രസിന്റെ നിലപാട് ഒന്നാണോ? അത് രാത്രിയും പകലും പോലെ വ്യത്യാസമുള്ളതല്ലേ? സൂര്യനും ചന്ദ്രനും പോലെ മാറി നിൽക്കുന്നതല്ലേ? എന്താണ് ആ ക്ഷേത്രത്തെ സംബന്ധിച്ച് കോടാനുകോടിയുടെ അഴിമതി നടത്തിയ മുൻ ദേവസ്വം ബോർഡ് മന്ത്രിയും അദ്ദേഹത്തിന്റെ സഹോദരനെയും ഇപ്പോഴും ഒക്കെ തെടുത്തു വെച്ച് UDF-ന്റെ സംസ്ഥാന നേതാക്കന്മാരായി അവരോധിച്ചുകൊണ്ട് നടക്കുന്നു കേരളത്തിലെ കോൺഗ്രസും UDF-ഉം. എന്നിട്ടാണ് ഈ കാര്യത്തിൽ തെറ്റിദ്ധാരണ എന്തുകൊണ്ടാണ് നിങ്ങളുടെ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷവും ആ മന്ത്രിയും സഹോദരനെയും പിടിച്ചകത്തിടാത്തത്? ആര് ശബരിമല ശ്രീകോവിലെ എന്നല്ല ഏത് ക്ഷേത്രത്തിലെ സ്വർണം മോഷ്ടിച്ചുകൊണ്ടുപോയാലും പിടിച്ചകത്തിടുമ്പോഴല്ലേ വിശ്വാസികളുടെ വികാരങ്ങൾ സംരക്ഷിക്കപ്പെടുന്നത്, മാനിക്കപ്പെടുന്നത്? ഏത് മന്ത്രിയും സഹോദരനുമായിക്കൊള്ളട്ടെ, എന്തുകൊണ്ടാണ് അവർക്കെതിരെ ഒരു അന്വേഷണവും ഈ സർക്കാർ നടത്താത്തത്? അത് അങ്ങേക്ക് കാര്യമായി അക്കാര്യത്തിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അങ്ങയുടെ ന്യൂസ് ആങ്കർ എന്ന നിലയിൽ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ അങ്ങയുടെ പ്രവർത്തന ബാഹുല്യം കൊണ്ടായിരിക്കാം അങ്ങ് നിർണായക വിവരങ്ങൾ ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. കാരണം എന്താണ്, കുമാര സഹോദരന്മാർ നടത്തിയ ഭഗവാൻ അയ്യപ്പന്റെ പേര് മുൻനിർത്തി, ശബരിമലയെ മുൻനിർത്തി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരായിട്ടുള്ള കുമാർ ബ്രദേഴ്സ് നടത്തിയ ആരാണിത്, എന്താണ്? താങ്കൾ വ്യക്തമായി പറയൂ. നീ അറിഞ്ഞ ഞാൻ പെട്ടു. അങ്ങേക്ക് അറിയില്ല എന്ന് ഉറപ്പാണ്. അങ്ങേക്ക് അറിഞ്ഞാലാണ് ഇക്കാര്യത്തിൽ അസ്വാഭാവികതയുള്ളത്. കുമാർ എന്ന് പേരുണ്ടായിരുന്ന ഒരു കോൺഗ്രസ് മന്ത്രിയും അദ്ദേഹത്തിന്റെ തന്നെ കുമാർ എന്ന് പേരുള്ള മറ്റൊരു സഹോദരനെ കുറിച്ച് പറയുമ്പോൾ കോൺഗ്രസുകാർക്ക് അറിഞ്ഞാലും അങ്ങേക്കറിയാൻ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് എനിക്ക് 1000% ഉറപ്പാണ്. നിഷ്കളങ്കമായ അറിവില്ലായ്മയെ ഞാൻ സ്വീകരിക്കുന്നു, ഞാൻ അംഗീകരിക്കുന്നു. അങ്ങേക്ക് അറിയില്ലാത്ത ആ കുമാർ ബ്രദേഴ്സ് 2016 പുറകിൽ കേരളത്തിൽ UDF-ന്റെ ഏറ്റവും ഒടുവിലത്തെ മന്ത്രിസഭാ കാലഘട്ടത്തിൽ ശബരിമല ഉൾക്കൊള്ളുന്ന ക്ഷേത്രങ്ങളുടെ വകുപ്പ് ഉണ്ടാകുന്ന ദേവസ്വം ബോർഡിന്റെ വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ സഹോദരൻ അങ്ങേക്ക് ഒട്ടുമേ അറിയാൻ സാധ്യതയില്ലാത്ത മറ്റൊരു കുമാർ ബ്രദർ ആ സമയത്ത് അധികാര പദവി കൈയാളുന്ന നീ അറിഞ്ഞ ഞാൻ പിന്നെ പെട്ടു. ആ കേസിനെ സംബന്ധിച്ചാണ് പറഞ്ഞത്. ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ പരിമിതികളോടുകൂടെ കേരളത്തിലെ വിജിലൻസ് ആ കേസിൽ അന്വേഷണം പൂർത്തീകരിച്ച് ആ അന്വേഷണ റിപ്പോർട്ട് കേരളത്തിലെ കോടതിയുടെ മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട്. കോടതി നടപടിക്രമങ്ങളുടെ ബാക്കിക്ക് വേണ്ടി ആ കേസ് കാത്തിരിക്കുകയാണ്. അത് അച്ഛൻ ഞങ്ങൾ ഭരണപക്ഷക്കാരായി പോയില്ലേ? പരസ്യമായിട്ട് സ്റ്റേഷനിൽ കയറി ചെന്ന അത് പോലീസിനെ സ്വാധീനിക്കാനാണെന്ന് പ്രതിപക്ഷം പറഞ്ഞു വരുത്തും. അതുകൊണ്ടാണ് ഞാൻ അണ്ടർഗ്രൗണ്ടിൽ ഇരുന്ന് ചരടുവലി നടത്തിയത്. നിയമ നടപടിക്രമങ്ങളുടെ ഒരു ഘട്ടത്തിലാണ്. അത് അങ്ങയുടെ മാധ്യമ സ്ഥാപനത്തിൽ തന്നെ വാർത്തയെ വന്നിട്ടുണ്ടെന്നുള്ളതാണ് എത്രാം പ്രതിയാണോ വി എസ് ശിവകുമാർ? പ്രതിപട്ടികയിലെ പ്രഥമ സ്ഥാനമാണോ ദ്വിതീയ സ്ഥാനമാണോ എന്നൊക്കെയുള്ളത് അങ്ങ് പെട്ടെന്ന് ചോദിച്ചാൽ ഇപ്പോൾ എനിക്ക് ഓർത്തെടുക്കാൻ കഴിയില്ല. കാരണം മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന അങ്ങേക്ക് ഈ കേസിനെ കുറിച്ച് പോലും അറിയില്ല, ഈ കേസ് എവിടെ എത്തിയെന്ന നിലയിൽ അറിയില്ല. അതുകൊണ്ട് പ്രതിപട്ടികയിൽ 1 ആണോ 2 ആണോ 3 ആണോ എന്നുള്ളത് അങ്ങ് അല്പസമയം തന്നാൽ ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ അങ്ങ് ശ്രദ്ധിക്കാറുള്ളത് പോലെ ഞാനും പരിശോധിച്ച് പഠിച്ച് പറയാം. ശരി, അത് നമുക്ക് പരിശോധിക്കാം. അപ്പോഴും അതുപോലെ തന്നെ പ്രതികളാണ് ഈ ശങ്കർദാസും വിജയകുമാറും കേട്ടോ. ശ്രീ ജേക്സി തോമസ് 2019 ബോർഡിനെയാണ് പ്രതിയാക്കിയിരിക്കുന്നത്. ഇപ്പൊ ശിവകുമാറിന്റെ കാര്യത്തിൽ അറസ്റ്റോ അല്ലെങ്കിൽ നടപടികളിലേക്ക് പോകണമെങ്കിൽ ശങ്കർദാസിന്റെയും വിജയകുമാറിന്റെയും കാര്യത്തിലും പോവണ്ടേ?
ഞാൻ പറഞ്ഞല്ലോ ആ കാര്യത്തിൽ ഞാനോ അങ്ങയോ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കേസല്ല അത്. ആ കാര്യത്തിൽ ഇവർ പ്രതികളാക്കപ്പെട്ടിട്ടുള്ളത് SIT-യുടെയും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടത്തപ്പെടുന്ന അന്വേഷണത്തിന്റെയും ഭാഗമായിട്ടാണല്ലോ. അത് നമ്മൾ മനോരമയുടെ ഫ്ലോറിൽ ഇരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കേസല്ല. അത് ഉറപ്പായിട്ടും ഇപ്പോൾ കോടതി മേൽനോട്ടത്തിൽ സംതൃപ്തിയോടുകൂടെ നടത്തപ്പെടുന്ന അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അതിന്റെ സത്വര നടപടിയിലേക്ക് നീങ്ങും. അറസ്റ്റിലേക്ക് പോകേണ്ടതുണ്ടോ? അന്വേഷണ സംഘം അറസ്റ്റിലേക്ക് പോകും. അക്കാര്യത്തിൽ കൊടുക്കാത്ത സംരക്ഷണം ശ്രീ ജെക്സി തോമസ് പറയുന്ന സംതൃപ്തിയോടെ അന്വേഷണത്തെ കാണുന്ന